ഏഷ്യാനെറ്റിലെ TRP റേറ്റിംഗിന് നമ്പർ 1 ആയിട്ടുള്ള പത്തരമാറ്റ സീരിയലിലെ അനിരുദ്ധ് എന്ന അനി വിഷ്ണു ബാലകൃഷ്ണനാണ് നമ്മുടെ കൂടെയുള്ളത്. വിഷ്ണുവിന്റെ സീരിയലിലെ, അതായത് അനിയുടെ അമ്മ ജാനകിയുടെ പാവർട്ടിയിലുള്ള പ്ലേ സ്കൂൾ, പുത്തൂർ പ്ലേ സ്കൂൾ ആൻഡ് ഡേ കെയറിന്റെ 22nd ആനിവേഴ്സറിക്ക് ആയിട്ട് തൃശ്ശൂർ പാവർട്ടിയിൽ എത്തിയിരിക്കുകയാണ് അല്ലെ. അനി വന്നിരിക്കുകയാണ് അമ്മയുടെ ആ ഒരു പ്ലേ സ്കൂളിന്റെ സെലിബ്രേഷനിൽ ഭാഗമാവാനായിട്ട്. പത്തരമാറ്റ സീരിയലിനെ കുറിച്ച് പറയുമ്പോ എങ്ങനെയുണ്ട് സീരിയല്? സീരിയല് അടിപൊളിയല്ലേ? TRP റേറ്റിംഗിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും ഉണ്ടാവും. തീർച്ചയായും നമ്മള് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇപ്പൊ ഈ ഒരു ഏകദേശം അറൌണ്ട് 2 വർഷം ആവാറായി. ഇതുവരെയായിട്ട് നമ്മളൊരു 3rd പൊസിഷനിൽ നിന്ന് താഴ്ത്തു പോയിട്ടുള്ളൂ. ഒറ്റവട്ടൊക്കെയാണ് നമ്മൾ 3rd പൊസിഷൻ പോലും പോയിട്ടുള്ളൂ. അതുവരെ ഫസ്റ്റും സെക്കൻഡ് തന്നെയാണ്. അതിന്റെ ഒരു ഭാഗ്യം. അതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ് അനിയുടെ. നല്ല ഒരുപാട് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈവൻ അമ്മ പോലും നെഗറ്റീവ് ആയിരിക്കുമ്പോഴും. അമ്മ ഇപ്പോഴാണ്, എന്റെ കല്യാണത്തിന് ശേഷമാണ് അമ്മ നെഗറ്റീവ് ആയത്. അതുവരെ അമ്മ ഒക്കെ ആയിരുന്നു. അപ്പോ അവിടെ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ആളുകളുടെ ഇടയിലും പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് അനി. എനിക്ക് ആക്ച്വലി നെഗറ്റീവ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ ക്യാരക്ടർ ഓക്കെയാണ് ഭയങ്കര. കാരണം എന്താ വെച്ചാൽ ഈ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ കണ്ടത് നമുക്ക് ഇതിലത്തെ ഏത് ക്യാരക്ടേഴ്സിന്റെ അടുത്തേക്ക് വേണമെന്ന് വെച്ചാൽ എനിക്ക് പോകാനുള്ള ഒരു ഇതുണ്ട്. ഐ മീൻ എനിക്ക് എല്ലാവരുമായിട്ടുള്ള ആക്സസ് ഉള്ള ക്യാരക്ടറാണ്. ഐ മീൻ എനിക്കിപ്പോ ഇവരുടെ ഈ നന്ദാവനം എന്ന് പറയുന്ന അവിടേക്ക് പോവാം. അനന്തപുരിയിൽ തന്നെ ഏതൊരാളായിട്ടും എനിക്ക് സംസാരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറെ ആക്സസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ അനി എന്നുള്ളത്. ഇത്രയും ആളുകൾ വരുന്ന ഒരു സീരിയലില് ഇത്രയും കുറെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിനിടയിൽ ഇത്രയും ഒരു പ്രിവിലേജ് ഉള്ള ക്യാരക്ടർ ഉണ്ടെന്ന ഡൗട്ടാണ്. അതൊക്കെ അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടറുള്ള ഒരാളാണ് അനി. അപ്പൊ വിഷ്ണുവിനെ പറ്റി പറയുകയാണെങ്കിൽ, വിഷ്ണുവിന്റെ സീരിയൽ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് സീരിയലാണല്ലോ പത്തരമാറ്റ. ഫസ്റ്റ് സീരിയൽ മീൻ ഞാന് മഴവില്ലെ തട്ടിമുട്ടിയിൽ ചെറിയൊരു ഇത് ഗസ്റ്റ് റോൾ പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സീരിയലിലേക്ക് അങ്ങനെ ഒരു ഇത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഏഷ്യനെറ്റിൽ വന്നപ്പോഴാണ് ഇങ്ങനെ എല്ലാവരും എന്നോട് പറഞ്ഞു, ഏഷ്യനെറ്റിലാണ് നല്ലതാവും, എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് അങ്ങനെയാണ് പത്തരമാറ്റിലേക്ക് വന്നപ്പോഴും എനിക്ക് എന്നെ ഭാസ്കറായിട്ടുണ്ട്. ഭാസ്കർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ചേട്ടനാണ് കാസ്റ്റ് ചെയ്യുന്നത്. നേരെ ശശികുമാർ സാർ ചാനലിലെ സാറിലേക്കാണ്, നേരെ ചാനലിൽ നിന്നായിരുന്നു എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ സാറിങ്ങനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, എന്നെ ഫസ്റ്റ് തന്നെ വിളിച്ചിട്ട്, എടാ നിന്നെ ഞാൻ സിനിമയിൽ എടുത്തു, അങ്ങനെ പറഞ്ഞത് എന്നെ ഇതിലേക്ക് വിളിച്ചപ്പോൾ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ക്യാരക്ടറിനെ കുറിച്ച് ഒരു ഔട്ട്ലൈനൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം അവിടേക്ക് എത്തി, നമ്മുടെ ഈ അനന്തപുരി വീട്ടിലേക്ക് എത്തി. അപ്പോൾ വീട് കണ്ടപ്പോഴാണ് എനിക്ക്, ഞാൻ ഈ വീട്ടിലത്തെ ഒരു അംഗമാണ്, അല്ലെങ്കിൽ അതിലത്തെ ഏറ്റവും ഇളയ കൊച്ചുമോനാണ് ഞാൻ. ഭയങ്കരമായിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇവരിലേക്കും ആക്സസ് ഉള്ള ഒരു ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എത്ര നോക്കിയിട്ടും ഞാൻ ആ വീടായിട്ടൊരു മാച്ച് ആവുന്നില്ല. ഐ മീൻ അത് ചിലപ്പോൾ എൻ്റെ ഒരു ഇതാവാം. ഞാനിപ്പോൾ കോസ്റ്റ്യൂം ബേസ് ആണെങ്കിലും എൻ്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിലും എനിക്ക് അങ്ങനെയോട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത്രയും റിച്ച് ആയിട്ടുള്ള വീട്ടിലത്തെ ആളാണോ ഞാൻ എപ്പോഴും ഒരു കോമൺ അല്ലെങ്കിൽ ഒരു നോർമൽ ഇതായിട്ട് പോകാനാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഇത്രയും വലിയൊരു സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ പിന്നെ പതുക്കെ ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്താൽ ഓക്കെ, ഇതാണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഇതായി. നിങ്ങളുടെ സീരിയലിൽ ഒരുപാട് പേരുണ്ടല്ലോ, ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അത് പഠിക്കാനായിട്ട് കുറെ സമയം എടുത്തു. ആര് റിലേഷൻ ഒക്കെ പഠിച്ചെടുക്കണ്ടേ? അത് ആക്ച്വലി എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മുടെ ഒരു സെക്കൻഡ് ഫാമിലി പോലെ തന്നെയാണ് പത്തരമാറ്റ ഫാമിലി. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അങ്ങനെ, എൻ്റെയും വലിയ ഫാമിലിയാണ്. ഇപ്പം എൻ്റെ അമ്മയുടെ വീട്ടിലാണെങ്കിലും അവർ ചേട്ടനനിയന്മാർ 8 പേര്, അച്ഛൻ്റെ അവിടെ ആണെങ്കിൽ 9 പേര്, അങ്ങനെ വലിയ ഫാമിലിയാണ്. അയ്യോ അടിപൊളിയാണ്. നമ്മുടെ ആ ക്ലോസ് റിലേഷൻസ് മാത്രം മതി ഒരു 1-2 ബസ് നിറയാൻ അത്ര ആൾക്കാർ മതി. കാരണം നമ്മുടെ മാമന്മാരും അമ്മമാരും അവരുടെ മക്കള് അങ്ങനെ പോകും. അപ്പൊ അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു ഫാമിലിയിലേക്ക് എത്തിയ പോലെ ആ ഒരു ഫീൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പേര് പഠിക്കാനും ഇതിനൊന്നും കൂടുതൽ ഇത് വന്നില്ല. ഇതിലെ മുത്തശ്ശനാണെങ്കിലും ഞാൻ എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്, മുത്തശ്ശി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. എനിക്ക് അത്രയും കണക്ട് ആയതുകൊണ്ട് തന്നെ എൻ്റെ മുത്തശ്ശനും അതുപോലെയൊക്കെ തന്നെയാണ്. സോ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. എല്ലാവരായിട്ടും ഭയങ്കര, ഇതെന്റെ വലിയച്ഛൻ, ഇതെന്റെ വല്യമ്മ, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. വിഷ്ണു എന്തായിരുന്നു പഠിച്ചതൊക്കെ? ഞാൻ ഡിപ്ലോമ കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പിന്നെ MBA ഇങ്ങനെ ഡിസ്റ്റൻസ് ആയി ചെയ്യാമെന്നൊക്കെ ഉള്ള ടൈമിലായിരുന്നു ഈ പറഞ്ഞ. അപ്പോൾ മുതൽ തന്നെ ഈ ഡിപ്ലോമ മുതൽ തന്നെ നമുക്ക് ഈ സിനിമയുടെ കാര്യങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഷോർട്ട് ഫിലിംസ് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പണ്ട് മുതലേ ഉണ്ട്. പക്ഷെ എനിക്ക് കൂടുതലും ഈ ആക്ടിങ് പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ടെക്നിക്കൽ വശമായിരുന്നു എനിക്ക് കുറച്ചും കൂടെ ഒരു
താല്പര്യം. ക്യാമറ, അതുപോലെ തന്നെ ഈ ലൈറ്റിങ്, ബാക്കി കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത്. അപ്പോൾ അതും എപ്പോഴും ഉണ്ടാവും. ക്യാമറ അസിസ്റ്റൻ്റായി പോവുക, ലൈറ്റിൻ്റെ കൂടെ പോവുക, അതൊക്കെ ഞാൻ അപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഓൾവേസ് ആക്ടിങ് എപ്പോഴും ഉള്ളിൽ ഉണ്ടായിരുന്നു. ചെറിയ ഇത് മുതൽ തന്നെ ഉണ്ടായിരുന്നു. കുറെ സിനിമകൾ ചെയ്തല്ലോ, അപ്പൊ അതിലേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? എല്ലാം ഓഡീഷൻസ് തന്നെയായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ അവിടെ ഒരു നല്ലൊരു ടീമുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു ടീം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിലെല്ലാവരും ഇപ്പോൾ മെയിൻ സ്ട്രീം ഫിലിംസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടേഴ്സും സിനിമാറ്റോഗ്രാഫേഴ്സ്, എഡിറ്റേഴ്സ്, അങ്ങനെയുള്ള നല്ലൊരു ടീമുണ്ട് നമുക്ക്. നമ്മുടെ ടീമിൽ നിന്ന് തന്നെ ഇപ്പോൾ 1-2 പടങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രൈമിലൊക്കെ വന്നിരിക്കുന്ന ഭഗവാൻ ദാസിൻ്റെ രാമരാജ്യം എന്നൊക്കെ പറഞ്ഞൊരു ഫിലിമുണ്ട്. അതൊക്കെ നമ്മുടെ ടീം തന്നെയാണ്. ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ അതേ ടീമിൻ്റെ ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ചെയ്തു വന്ന ടീംസാണ്. ഒരുപാട് ഷോർട്ട് ഫിലിംസ് ആൽബം, അങ്ങനെ ഒരുപാട് പരിപാടി ചെയ്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ടീമുള്ളതുകൊണ്ട് ഭയങ്കര കോൺഫിഡൻസ് ആണ് നമ്മൾ. അതുകൂടാതെ പിന്നെ ഞാൻ എല്ലാ സൺഡേസും ഇപ്പോൾ കുറേ ആയിട്ടാണ്, മുമ്പ് പഠിക്കുന്ന സമയത്ത് ഞാൻ മിക്ക സൺഡേസും ഞാൻ എറണാകുളത്ത് ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ ഓഡീഷൻസ് ആയിട്ട്, ഓപ്പൺ ഓഡീഷൻസ് ഒക്കെ ആയിട്ട് മിക്കവാറും ഉണ്ടാവും. ഇപ്പോൾ പോയതെല്ലാം ഓഡീഷൻസ് ത്രൂ തന്നെയാണ് പോയി ചെയ്തത്. ബാലേന്ദ്ര മേനോൻ സാറുടെ ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ ഡയറക്റ്റ് ചെയ്തു ഒരു എന്നാലും ശരത് എന്ന് പറഞ്ഞൊരു പടമായിരുന്നു സാറ് ലാസ്റ്റ്, അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡീഷൻ ത്രൂ തന്നെ. പിന്നെ ടിനു പാപ്പച്ചൻ സാറുടെ അജഗജാന്തരം അതിലുണ്ടായിരുന്നു. അതിൽ ഓൾവേസ് ഒരുപാട് സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറേ ഫൈറ്റ് സീക്വൻസും പിന്നെ ആ ഉള്ളുല്ലേരി സോങ് അതിലൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊക്കെ ഇങ്ങനെ മീശയൊക്കെ താടിയൊക്കെ ട്രിം ചെയ്തിട്ടുള്ളൊരു ആവുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ പറയുന്നുണ്ടാവില്ല. പിന്നെ കുറേ ട്രിം ചെയ്ത് പോയി. നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ പടങ്ങളാവുമ്പോഴേ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ആടുജീവിതത്തിൻ്റെ ഒന്നും ഞാൻ പിന്നെ ആരോടും നമുക്കറിയാം അത്രയും വലിയൊരു സ്കെയിലിൽ വരുന്ന ഒരു പടമല്ലേ. അപ്പോൾ നമുക്ക് എത്രത്തോളം അതിൽ ഇമ്പോർട്ടൻസ് അതിൽ പറഞ്ഞപ്പോൾ ബുക്കിൽ പറയുന്നുണ്ട്. അവർ ഈ അതിലത്തെ ക്യാരക്ടർ ബോംബെയിലേക്ക് ആദ്യം പോവുകയാണല്ലോ, അവിടെ നിന്നാണല്ലോ ഫ്ലൈറ്റ് കയറി പോകുന്നത്. അപ്പോൾ ആ പോകുമ്പോൾ ആ നാട്ടിൽ നിന്ന് തന്നെ കയറി പോകുന്ന ഒരു ബംഗാളി ഫാമിലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലത്തെ ഒരാളായിട്ടായിരുന്നു പൃഥ്വിരാജ് കയറുമ്പോൾ അതിന് തൊട്ട് പുറകെ കയറുന്ന രീതി അങ്ങനെയായിരുന്നു. 1 ഡേ ഒരു കംപ്ലീറ്റ് 1 ഡേ ഒരു റെയിൽവേ സ്റ്റേഷനും ട്രെയിന് വരെ റെന്റ് എടുത്ത് അങ്ങനെ ഒരു 1 ഡേ ഷൂട്ടായിരുന്നു. പക്ഷെ അത് ഇതിൽ വന്നപ്പോൾ സ്ക്രീനിൽ വന്നപ്പോൾ നമ്മളിങ്ങനെ എന്ന് പറയുമ്പോഴേക്കും തീർന്നു. അത്രേ ഉള്ളൂ. പിന്നെ ഫൈനൽ എഡിറ്റ് വരുമ്പോൾ അങ്ങനെ സ്ക്രീനിൽ കാണുന്ന ടൈം കുറഞ്ഞെങ്കിൽ പോലും പേഴ്സണലി കാരണം പ്ലസി സാറ്, റസൂൽ പൂക്കുട്ടി എല്ലാവരും ഉണ്ടായിരുന്നു, പൃഥ്വിരാജ്, അമല പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ KU മോഹനൻ സാറായിരുന്നു ക്യാമറ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ധൂമിൻ്റെ ഒക്കെ ക്യാമറാമാൻ. അപ്പം അങ്ങനെയുള്ള എല്ലാവരെയും കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റി, സംസാരിക്കാൻ പറ്റി. അങ്ങനെ വലിയൊരു ഭാഗ്യം. പിന്നെ ബാക്കി സിനിമകള് ബാക്കി ഇപ്പോൾ ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു ആന്തോളജി ഫിലിം ചെയ്തിട്ടുണ്ട്. പിന്നെ കോലാഹലം എന്ന് പറഞ്ഞൊരു മൂവി, അതിപ്പോൾ ലാലു സാറാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അതിലൊരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. അതിപ്പോൾ മേ ബി നെക്സ്റ്റ് മന്ത് ഒക്കെ ആയിട്ട് തിയേറ്റർ റിലീസ് ഉണ്ട്. പിന്നെ ഇടങ്ങൾ എന്ന് പറഞ്ഞൊരു ഓഫ് ബീറ്റ് പടമാണ്. അത് നടരാജൻ പട്ടാമ്പി എന്ന് പറഞ്ഞൊരു ഡയറക്ടറുടെ ഒരു പടമാണ്. അടുത്ത വർഷം IFFKക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു പടം. അതിൻ്റെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു, ഡബ്ബും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ ബാക്കി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ പോരെണ്ണം ഇങ്ങനെ നടക്കുന്ന ഡിസ്കഷനിൽ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് സിനിമയും സീരിയലും ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. ഞാനിപ്പോഴും ഒരു പ്രയോറിറ്റി എപ്പോഴും കൊടുക്കുന്നത് ഫിലിംസിന് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അറിയാലോ, ഫിലിം എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് അത്രമാത്രം ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് നമുക്ക് വേണം. അത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുകൊണ്ട് സീരിയലിന് ഒരിക്കലും കുറച്ച് കാണുന്നതോ അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നതോ അങ്ങനെയല്ല. പ്രോസസ്സ് എല്ലാം സെയിം തന്നെയാണ്. പക്ഷെ എല്ലാവരുടെയും ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് സീരിയലിൻ്റെ അഭിനയം ഭയങ്കര ഓവറാണ്, ഫിലിമിലേക്ക് വരുമ്പോൾ അത് മറ്റൊരു രീതിയിലാണ്. പക്ഷെ ആക്ച്വലി അങ്ങനെ ഞാൻ കണ്ടിടത്തോളം അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടില്ല. ഇതെന്താ വെച്ചാൽ ഇതൊരു മിനി സ്ക്രീനും അതൊരു ബിഗ് സ്ക്രീനുമാണ്. അപ്പോൾ മിനി സ്ക്രീനിലെ ആളുകളിലേക്ക് ഒരു കാര്യം കൺവേ ആവണമെങ്കിൽ കുറച്ച്, ഇപ്പോൾ അവിടെ ഒരു 10% ആണെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഒരു 25% നമ്മൾ കൊടുക്കേണ്ടി വരും, എന്നാലേ അവർക്ക് പെട്ടെന്ന് കൺവേ ആവുള്ളൂ. പിന്നെ അതുമാത്രമല്ല അതിൻ്റെ പ്രേക്ഷകർ എന്ന് പറയുന്നത് എന്തായാലും ഒരു കുറച്ച് വലിയ ആൾക്കാർ, മുതിർന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യം ചിലപ്പോൾ വീണ്ടും റിപ്പീറ്റ് പറയേണ്ടി വരും. എക്സ്പ്രഷൻ കുറച്ചും കൂടെ കൂടുതൽ കൊടുത്താലേ അവർക്ക് കൺവേ ആവുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇന്ന ആൾ ഇവിടെ നിന്ന് വന്ന് ഇത്ര മണിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. പിന്നെ ഈ ഭയങ്കര മിനിമലായിട്ടുള്ള സട്ടിലായിട്ടുള്ള അഭിനയവും കാര്യങ്ങളൊന്നും ചിലപ്പോൾ സീരിയൽ വർക്കൗട്ട് ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ ചെറിയ ഈ ഐബോളും കൊണ്ടുള്ള മൂവ്മെൻറ്റുകളോ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളൊന്നും ചിലപ്പോൾ സീരിയൽസിൽ വർക്കൗട്ട് ആയിക്കൊള്ളണമെന്നില്ല. കാരണം അവർക്ക് കൺവേ ആവില്ല. നേരെ മറിച്ച് ഒരു ബിഗ് സ്ക്രീനിലേക്ക് നമ്മൾ അത് വരുമ്പോൾ അത് ആ ഒരു ഇത് തന്നെ പോകും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഘടകമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഒരു ഫിലിമിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ദിവസം എടുക്കുന്ന 2-3 സീൻസൊക്കെ എക്സ്ട്രീമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 സീൻസൊക്കെയാണ് അവിടെ മാക്സിമം എടുക്കുള്ളൂ. അത്രയും വർക്കൗട്ട് ചെയ്ത് അത്രയും കാര്യങ്ങൾ ചെയ്ത് ഒരു 2.25 മണിക്കൂറുള്ള ഡ്യൂറേഷൻ അല്ലെങ്കിൽ 2 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു ഫിലിം അവരെടുക്കുന്നത് മിനിമം 25-30 ദിവസം വെച്ചിട്ടാണ്. നമ്മുടെ ഇവിടെ സീരിയൽസിൽ എന്ന് പറഞ്ഞാൽ മിനിമം 15 സീൻ എടുക്കണം എന്നാണ്. 15 to അതിന് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 എപ്പിസോഡ് മിനിമം. 2 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഫൂട്ടേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40-45 മിനിറ്റ്. അപ്പോൾ ഏകദേശം ഒരു 3 ദിവസം കൊണ്ട് ഒരു സിനിമ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഒബ്വിയസ്ലി അത് ഉണ്ടാവും. ക്വാളിറ്റി ബേസ് എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് മുതലേ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്പീഡ് പ്രോസസ്സ് നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട്, അയ്യോ അത് ആ ചെയ്തത് ചിലപ്പോൾ ഒന്നും കൂടെ ഒന്ന് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് അതിന് മാത്രമുള്ള ഒരു ടൈം കിട്ടില്ല. നമുക്ക് ആ ഒരു പ്രോംപ്റ്റിംഗ് ആണെങ്കിലും അതൊന്നും അല്ല പ്രോസസ്സ് നമുക്കറിയാം. ഫിലിംസിൽ പോകുമ്പോൾ ആ ഒരു ഇതേ അല്ല. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരു ഓപ്ഷൻ നമുക്ക് വരുന്നില്ല. കാരണം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് കഴിഞ്ഞ് അപ്പോൾ അവിടെ ലൈറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും, ഇവിടെ നേരെ അങ്ങോട്ട് പോകുന്നു, ഷർട്ട് മാറ്റിയിടുന്നു, അടുത്തത് ചെയ്യും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു ടാർഗറ്റ് ബേസ് ആണ് പോകുന്നത്. അപ്പോൾ പക്ഷെ ഫിലിമിൽ കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ നമുക്ക് ക്രിയേറ്റീവായിട്ടൊക്കെ കുറച്ചുകൂടെ ചെയ്യാം. മേ ബി അത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ റീടേക്ക് പോയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ സജഷൻസ് ഒക്കെ ചോദിച്ചിട്ട് ചെയ്യാം. ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഭയങ്കര ലിമിറ്റഡ് ആണ്. കൊടുക്കാം. ഇവിടെ ദ ബെസ്റ്റ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നതാണ് ദ ബെസ്റ്റ്. പിന്നെ വീണ്ടും കൊടുക്കുമ്പോൾ എന്താ പറയുക, അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ നമ്മൾ ആ പ്രോസസ്സിലേക്ക് കയറും. ഫസ്റ്റ് വന്നപ്പോൾ നമുക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ആ പ്രോസസ്സിലേക്ക് കയറി, നമുക്കറിയാം അയ്യോ ഇത്രയും സീൻസ് തീർക്കാനുണ്ട്, അപ്പോൾ നമ്മൾ ഡിലേ ആക്കരുത്, നമുക്കിതിങ്ങനെ അങ്ങനെ നമ്മളും ആ പ്രോസസ്സിലേക്ക് കയറും. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ടിനെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു സട്ടിൽ പെർഫോമൻസ് എപ്പോഴും നമ്മൾ കരുതണം എന്ന് മാത്രം. കാരണം ചിലപ്പോൾ ഈ ആൾക്കാർ ഫിലിംസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കാറ്റഗറൈസ് ചെയ്ത് മാറ്റി നിർത്തേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം എല്ലാവരും ഫിലിംസിൽ നിന്ന് സീരിയൽ വന്ന് ചെയ്യുന്നുണ്ട്, സീരിയൽസിൽ നിന്ന് അവിടെ പോയി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനൊരു ഇത് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഒരു വിഭാഗം ആളുകൾ അത് സീരിയൽ നടനല്ലേ അല്ലെങ്കിൽ അത് സീരിയൽ ചെയ്യുന്നവനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു ഇതുണ്ട്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സീരീസുകൾ വന്നതിന് ശേഷം ഇപ്പോൾ വെബ് സീരീസുകൾ ഒരുപാട് പ്രൈമിലാണെങ്കിലും ഹോട്ട്സ്റ്റാറിലാണെങ്കിലും ഒക്കെ വന്നു തുടങ്ങിയല്ലോ. അപ്പോൾ ഇതിനൊരു മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന ആക്ടേഴ്സായിട്ടുള്ള ഇപ്പോൾ ഗീതാമ്മ, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ തന്നെ ചെയ്യുന്ന നീന കുറുപ്പ്, പിന്നെ ടോണി ചേട്ടൻ, ബിന്ദു അമ്മ, അങ്ങനെ ഒരുപാട് ബാലാജി ശർമ്മ, ശിവജി ഗുരുവായൂർ, ഫിലിംസിലെ ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന ആക്ടേഴ്സ് തന്നെ സീരിയലിൽ വന്ന് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഗസ്റ്റ് റോളുകൾ ഇപ്പോൾ ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളും, അജു വർഗീസ്, ആസിഫ് അലി, ഉണ്ണി മൂന്തൻ, ഇവരൊക്കെ സീരിയൽസിൽ ഗസ്റ്റ് റോളുകൾ വന്ന് ചെയ്തു പോയിട്ടുണ്ട്. സീരിയലും ഒരുപാട് മാറിയല്ലേ, അല്ലല്ല ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ സിനിമയ്ക്ക് മാറ്റം വരുന്ന പോലെ ന്യൂ ജനറേഷൻ സിനിമ എന്നൊക്കെ പറഞ്ഞൊരു മാറ്റം വന്ന പോലെ സീരിയലിനും ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതിലെന്താ വെച്ചാൽ ഈ മാറ്റങ്ങൾ വരാത്തതിന്റെ മെയിൻ ഒരു ഇത് എന്ന് പറയുന്നത് ഇതിന്റെ പ്രേക്ഷകർ തന്നെയാണ്. ഇപ്പൊ ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോഴും അതിന്റെ പ്രേക്ഷകരുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ന്യൂജൻ ആളുകൾ കുറച്ചും കൂടെയൊക്കെ കൂടുതൽ കയറും. പക്ഷെ ഇവിടെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ സീരിയലിന്റെ കാര്യത്തിൽ ഒരുപാട് ന്യൂജൻ പ്രേക്ഷകരുണ്ട്. അത് നമുക്ക് ഈ ഹോട്ട്സ്റ്റാർ സീരിയലിൽ കുറച്ച് റൊമാൻസ് ഒക്കെ കൂടുതലായിട്ട് കാണാം. അല്ല നമുക്കത് ഇപ്പൊ ഈ കോളേജസിലും സ്കൂൾസിലൊക്കെ നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത കിട്ടുമ്പോൾ നമുക്ക് ഇവരൊക്കെ കാണുന്നുണ്ടോ. കുറച്ച് പുതിയ ആളുകൾ ഇൻസ്റ്റാഗ്രാമും കുറച്ച് പഴയ ആളുകളെ ഫേസ്ബുക്ക് യൂസ് ചെയ്യാന്ന് പറയും. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫാൻസ്. അപ്പൊ നമ്മളെന്നെ വിചാരിക്കും അയ്യോ ഈ കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടോ, അവർ പറയാ കാണാറുണ്ട് ചേട്ടാ ഭയങ്കര ഇതാണെന്ന് പറയാറുണ്ട്. അതും ഭയങ്കര ഒരു ഭാഗ്യമാണ്. അതായി പറഞ്ഞ പോലെ തന്നെ ആ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കാറ്റഗറൈസ് ചെയ്ത് ഒക്കെ മാറി തുടങ്ങി. പിന്നെ ഇപ്പം ഇതിലും അങ്ങനെ ഭയങ്കര ഒരു ഓവർ എക്സ്പ്രസീവായിട്ടുള്ള അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ മാറി തുടങ്ങി. കാരണം ആളുകൾക്ക് നമ്മളതിനെ സ്വയം ജഡ്ജ് ചെയ്യുന്ന ഒരു ഇതാ, അയ്യോ ഞാൻ എത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി ഓവറല്ലേ, ഓക്വേർഡ് ആവുമോ എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് ലിമിറ്റ് ചെയ്യും. സീരിയൽ ചെയ്ത് കഴിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആ സീരിയലിന്റെ എപ്പിസോഡൊക്കെ ഇരുന്ന് കാണാറുണ്ടോ എല്ലാം? ഓൾമോസ്റ്റ് ഫ്രീ ടൈമിൽ മാക്സിമം ഞാൻ പോർഷൻസ് കാണാറുണ്ട്. എൻ്റെ മാത്രമല്ല, ഞാൻ മാക്സിമം എല്ലാവരുടെയും കാണാൻ ശ്രമിക്കാറുമുണ്ട്. കാരണം നമുക്ക് ഇതിങ്ങനെ പോരായ്മകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ വീണ്ടും അതിനെ നമ്മൾ ഇതായിക്കൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു ട്രിക്കുകൾ നമ്മൾ വീണ്ടും ഇതിന് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ ട്രിക്കുകൾ നമ്മളിതിനെ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഭയങ്കരമായിട്ട് നമ്മളതിനെ ഹെൽപ്പ് ചെയ്യും. ഈ പെട്ടെന്നുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പരിപാടികളായതുകൊണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമ്മളതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും.
ഇപ്പൊ വിഷ്ണുവിന് എനിക്ക് തോന്നുന്നു സിനിമ ഒരുപാട് ആഗ്രഹിച്ച സിനിമയും ഒരുപാട് ചെയ്തു, സീരിയൽ ഇപ്പൊ ചെയ്യാൻ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, ചെയ്തോണ്ടിരിക്കുന്നു. കുറച്ച് സിനിമകൾ ചെയ്തു, ഇപ്പൊ സീരിയലും ചെയ്തു. അപ്പൊ സീരിയൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫാൻസിന്റെ ആ ഒരു സ്നേഹമൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയതല്ലോ. ഒരുപാട് ഫാൻസ് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ശരിക്കും നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത് ഈ സീരിയലിലൂടെ ആയിരിക്കും അല്ലേ? അതെ അതെ തീർച്ചയായും. അത് ഭയങ്കര ഒരു 2 കൊല്ലത്തോളായിട്ട് ആളുകൾ കാണുകയാണ്, അങ്ങനെ ഒരു ആരാധനയാണ് ആളുകൾക്ക്. ഐ മീൻ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ക്യാരക്ടറിന്റെ ഒരു ഇതും കൂടെയാണ്. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആകുമ്പോൾ നമുക്ക് അവരുടെ വീട്ടിലൊരു കുട്ടി എന്നൊക്കെ ഉള്ളൊരു ഫീലാണ്. എവിടെ കാണുമ്പോഴും അനി എന്ന് പറഞ്ഞിട്ട് വന്ന് പിടിക്കുമ്പോൾ അമ്മമാരും ഈ കുറച്ചും കൂടെ പ്രായമായിട്ടുള്ളവരാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു ഇത് തരാറ്, മോനെ എന്നൊക്കെ പറഞ്ഞു വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഐ മീൻ ഭയങ്കരമായിട്ട് ഇത് ഇമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് കണക്ട് ആയി പോകും. എല്ലാവരുടെയും വീട്ടിലെ ഒരു മകനെ പോലെ അല്ലെങ്കിൽ കൊച്ചുമകനെ പോലെയൊക്കെ അവർ കാണുന്ന സമയത്ത് നമ്മളും ആകെ ഇമോഷണൽ ആയി പോകും. അല്ലെങ്കിൽ പലരുടെ സ്നേഹം നമുക്കൊരു ഒരു അറിവില്ലാത്ത ആളുകളൊക്കെ വന്ന് ഇങ്ങനെ സ്നേഹിക്കുന്ന കാണുമ്പോൾ തീർച്ചയായും. ഇപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഈ മാസ്ക് ഇട്ട് പോയാൽ പോലെ ആളുകൾക്ക് അപ്പൊ ഞാൻ വിചാരിക്കും അയ്യോ ഇത് എങ്ങനെയാണ് നമുക്ക് അവരെങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് നമുക്കൊരു ഐഡിയ കിട്ടാറില്ല. അപ്പൊ ഒരു മോന്റെ കണ്ണ് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കും, നമുക്കൊന്നും ഇപ്പോഴും ഓക്കെ. ഇപ്പൊ ഈവൻ ഈ മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ജനറേഷനിലെ കുറെ ആർട്ടിസ്റ്റുകളുടെ കണ്ണ് കണ്ടാവരെ നമ്മൾ ചിലപ്പോൾ നമുക്കറിയില്ല. പക്ഷെ ഇവരെങ്ങനെ, അതാണ് ഈ സീരിയൽസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ഭയങ്കരമായിട്ട് കൂടുതൽ ക്ലോസ് ഷോട്ട്സ്. അപ്പോൾ ക്ലോസ് ഷോട്ടിൽ നമ്മളിങ്ങനെ നിറഞ്ഞിങ്ങനെ സ്ക്രീനിൽ, ഇപ്പം ഇന്നലെ പോലും ഞാൻ ഒരു മൊബൈൽ ഷോപ്പിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ ഇതിൽ കാണുന്ന പോലെ അല്ലല്ലോ. കാരണം നമ്മളിതിൽ ഭയങ്കര അതിൽ നമ്മളെ മാത്രം ഇങ്ങനെ ഡിഫറൻസ് ആണ്. പിന്നെ അത് മാത്രമല്ല നമ്മളതിനെ ഇങ്ങനെ ഭയങ്കര ക്ലോസ് ആകുമ്പോഴേ കുറച്ചും കൂടെയൊക്കെ നമ്മൾ ബൾക്കായിട്ട് തോന്നും. ഭയങ്കര മുഖവും ശരീരമൊക്കെ ഭയങ്കര ബൾക്കായിട്ട് ഭയങ്കര വലുതായി തോന്നും. അപ്പം അങ്ങനെ തീരെ തോന്നില്ലല്ലോ എന്ന് പറയും. സത്യം ഇതാണ്, ക്ലോസ് ഷോട്ട്സ് വെക്കുമ്പോൾ നമ്മളതിനെ അങ്ങനെ കുറച്ച് വലുതായി തോന്നുന്നതാണ്. അപ്പം അവർക്ക് എന്താ വെച്ചാൽ അങ്ങനെ നമ്മൾ ഇതിങ്ങനെ നിരന്തരമായിട്ട് കണ്ട് അവരുടെ ഉള്ളിലേക്ക് അത് കയറിയിരിക്കുകയാണ്. അപ്പം നമ്മളതിനെ ഏത് രീതിയിൽ അവർക്ക് കണ്ടു കഴിഞ്ഞാലും അവർക്ക് പിടിക്കാൻ പറ്റും. വിഷ്ണു എന്ന് വിളിക്കുന്നതിനേക്കാളും അനിയെന്നായിരിക്കും എല്ലാവരും. അതെ, ഇപ്പൊ അങ്ങനെയാണ് വിളിക്കുന്നത്. ഇപ്പൊ എന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് എന്റെ ഇതാണ്. ബാക്കിയുള്ള ഒരു പേര് എന്താന്ന് ചോദിക്കാറ് പോലും ഇല്ല. ചിലവര് പേര് ഇത് പറഞ്ഞു കഴിഞ്ഞാലും മറക്കും, വീണ്ടും അനിയൻ തന്നെ വിളിക്കുക. അപ്പൊ അത് വലിയൊരു സന്തോഷം. നമ്മള് ഇൻസ്റ്റഗ്രാമിലൊക്കെ പറഞ്ഞതുപോലെ പ്രായം കുറഞ്ഞ ആളുകളും ഫാൻസ് ആയിട്ട് ഒരുപാട് പേരുണ്ടല്ലോ. അവരും ഇങ്ങനെ കമന്റ്സിലൂടെയും ഒക്കെ ഇങ്ങനെ ഡയറക്റ്റ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ, ഡയറക്ട്ലി കോൺവെർസേഷൻ നടക്കുകയാണല്ലോ. കമന്റ്സിലൂടെയും പിന്നെ മെസ്സേജ് അയക്കാം. അങ്ങനെ ഒരുപാട് പേര് ശല്യം ചെയ്യാറുണ്ടോ? ഞാൻ മാക്സിമം എല്ലാവർക്കും പറ്റുന്ന സമയങ്ങളിലൊക്കെ മാക്സിമം റിപ്ലൈസ് കൊടുക്കാറുണ്ട്. പറഞ്ഞ പോലെ അവരുടെ അത് ഇത് മാത്രമല്ല, നമ്മൾ ഒരാളുടെ ലൈഫിൽ കുറച്ച് സമയം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബ്ലെസ്സിങ്ങാണ്. അപ്പോൾ അവർ നമ്മളോടുള്ള ആ സ്നേഹം കൊണ്ടാണല്ലോ മെസ്സേജ് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് മാറ്റി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ആകുമ്പോൾ മാക്സിമം അവർക്ക് റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. മാക്സിമം എല്ലാവർക്കും ഇത് സംസാരിക്കാറുണ്ട്, അവരോട് ഇതാവാറുണ്ട്. പിന്നെ അവരോടും ചില ആൾക്കാർ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയാറുണ്ട്. അത് ശരിയായില്ല, അല്ലെങ്കിൽ അത് ഇങ്ങനെ ആക്കാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കും അത് ഭയങ്കര പുതിയ അറിയാം. കാരണം പ്രേക്ഷകരുടെ ഒരു ഇത് കിട്ടുക എന്ന് പറയുന്നത്, മറ്റേത് പറഞ്ഞാൽ ഇപ്പോൾ തിയേറ്ററിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ തിയേറ്റർ റെസ്പോൺസ് അറിയാൻ പറ്റും. ഇത് എന്താ, മറ്റേത് അറിയില്ലല്ലോ, നമുക്ക് ഓരോ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പം ഇതുപോലുള്ള വല്ല ഒക്കേഷൻസിലേക്ക് പോകുമ്പോഴാവും അവർ പറയും. അപ്പം ചിലവർ നല്ല കൃത്യമായിട്ട് തന്നെ പറയും, മോശമാണെങ്കിൽ മോശമായി എന്ന് തന്നെ പറയും. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്കും അത് പിന്നീട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വലിയൊരു ഗുണമുണ്ട് അതിൽ നിന്ന്. അപ്പൊ അങ്ങനെ നമ്മളൊരു സ്റ്റാർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ഫാൻസ് ഉണ്ടല്ലോ, അപ്പൊ നമ്മളൊരു സ്റ്റാർ ആണ്. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നു. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞു ഇങ്ങനെ ആക്ടിങ് മാത്രമല്ല, ക്യാമറ ആണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും ഒക്കെ ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ വിഷ്ണു ഒരു ആക്ടർ പ്ലസ് എന്തെങ്കിലും കൂടെ ഉണ്ടായിരിക്കുക? എനിക്ക് ഒരു പ്രൊഡക്ഷൻ ഹൗസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലേക്ക്, ഇപ്പോൾ ഈ ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു ഫിലിം, എനിക്കൊരു റെൻ്റൽ യൂണിറ്റിൻ്റെ ഒരു പരിപാടിയുണ്ട്. കാരണം ഒരു ടൈം എത്തിയപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് എനിക്ക് ആ ജോലികളിൽ എനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ സ്വയം മനസ്സിലായി. അപ്പം അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഞാൻ എന്താണെങ്കിലും ഫിലിംസ് തന്നെയാണെന്ന് ഉറപ്പിച്ചു. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു നമ്മുടെ ഈ ഫിലിംസിൻ്റെ ലൈറ്റ്സിൻ്റെ ഒരു റെൻ്റൽ, ഞാനും വേറൊരു സിനിമാറ്റോഗ്രാഫർ ഷിഹാബ് എന്ന് പറഞ്ഞ എൻ്റെ പാർട്ട്ണർ, ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു സ്ഥാപനം. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞങ്ങൾ ഈ ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു ഫിലിം പ്രൊഡക്ഷൻ ബേസൊക്കെ നമ്മൾ ചെയ്തതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഭയങ്കരമായിട്ടുള്ള താല്പര്യമുണ്ട്. സിനിമകൾ പുതിയ നല്ല നല്ല സിനിമകൾ ലോ ബഡ്ജറ്റിൽ ചെയ്യാം എന്നുള്ളൊരു അങ്ങനെ കുറേ ഐഡിയാസ് ഉണ്ട്. ഇപ്പം അങ്ങനെ ആ ഒരു ചെയ്തതാണ് ഇപ്പോൾ ഈ ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു മൂവി. അതിൻ്റെ മ്യൂസിക് റൈറ്റ്സ് ഒക്കെ സി ആയിരുന്നു എടുത്തത്. ഇപ്പം അത് പ്രൈമായിട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ആന്തോളജി മൂവി, അതിപ്പോൾ ലാസ്റ്റ്ലി
ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. IFFKയിൽ സെക്കൻഡ് റൗണ്ടിലാണ് നമ്മൾ ഔട്ടായി പോയത്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു അതൊന്ന് നമ്മളെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. അപ്പോൾ ആക്ടർ വൈസ് ആ ഒരു സംഭവം എപ്പോഴും നമ്മുടെ ഇതിലുണ്ട്. ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാവുക എന്നുള്ളൊരു സ്വപ്നം അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് നല്ല സിനിമകളിലെ ഭാഗമായിട്ട് വിഷ്ണുവിന് പറ്റട്ടെ. അത് കാണാനും എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടാവട്ടെ. ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചു സീരിയൽ വേഴ്സസ് സിനിമ എന്നുള്ള രീതിയിൽ കുറെ നേരം. കുറെ പേര് നമുക്ക് പുറത്തു പോകുമ്പോൾ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടം തോന്നാറുണ്ട് പലപ്പോഴും. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ നടക്കുന്ന പ്രോസസ്സ് എല്ലാം സെയിം തന്നെയാണ്. അപ്പം അങ്ങനെ ഉണ്ടായിട്ട് പോലും അതൊരു സീരിയൽ നടൻ, അതൊരു സിനിമ നടൻ എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്യുമ്പോഴേ അത് ഭയങ്കരമായിട്ട് ഒരു ഗ്രേഡിങ് നടത്തുന്ന പോലെ അങ്ങനെ അതൊരു ഭയങ്കര ഒരു ഇത് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് എപ്പോൾ സംസാരിക്കുമ്പോഴും ഒരുപാട് സംസാരിക്കാനുള്ള ഇതുകൊണ്ടാണ്. സംസാരിക്കാനുള്ള കണ്ടന്റ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടല്ലോ അല്ലെ? ഇപ്പൊ നമ്മള് പാവർട്ടിയില് തൃശ്ശൂർ വന്നിട്ടുള്ളത് ഒറ്റപ്പാലത്താണ് വിഷ്ണുവിന്റെ വീടല്ലേ? ഒറ്റപ്പാലത്ത് നിന്ന് തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സീരിയലിലെ അമ്മ ജാനകിയുടെ ഭയങ്കര രസമാണ്. നമ്മുടെ ഒരു ഫാമിലി തന്നെയാണ് ചിറ്റോ ചേട്ടനും ബിംബ ചേച്ചി എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ പ്ലേ സ്കൂളിന്റെ 22nd ആനിവേഴ്സറിക്ക് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ലൈഫില് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനും ഒരുപാട് സിനിമയുടെ കുറിച്ച് ഒരുപാട് സ്വപ്നമുള്ള ഒരാളാണ് വിഷ്ണു. അപ്പൊ ആ സ്വപ്നങ്ങളൊക്കെ പൂവണിയാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Dream Life Art Hub between Kottapuram Shiva Temple and Vaidudi Bhavan, Thrissur. Call 8129715520.